ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്വാമിനാഥനെയാണ്. 10 മിനിറ്റ് സമയം മൈഥിലിക്കും വൈശാഖിനും നൽകി സ്വാമിനാഥൻ അങ്ങോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ ഒരാൾ സ്വാമിനാഥൻ്റെ വീട്ടിലേക്ക് ഒളിഞ്ഞു നിൽക്കുകയാണ്. ഇത് കാണുന്ന സ്വാമിനാഥൻ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. എന്താടാ എന്ന് സ്വാമിനാഥൻ ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, അല്ല സാറേ, സാറിൻ്റെ ഭാര്യയും മക്കളും തിരിച്ചു വന്നു. അല്ല, നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് സാർ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഒരു പെണ്ണിനെ കയറ്റി താമസിപ്പിച്ചിരിക്കുകയാണെന്ന്. എന്തിനാ സാറേ വെറുതെ ഇങ്ങനെ നാണം കെടുന്നത്? ഞാൻ നാണം കെടുന്നതിൽ നിനക്ക് വലിയ വിഷമമാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് സ്വാമിനാഥൻ. കൂട്ടക്കളത്തിൽ സ്വാമിനാഥനെ കുറിച്ച് അപവാദം വല്ലതും പറഞ്ഞാലേ നിന്നെ കൊല്ലും ഞാനെന്ന് പറഞ്ഞ് അയാളെ അവിടുന്ന് അടിച്ചോടിക്കുകയാണ് സ്വാമിനാഥൻ. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. പൂജയ്ക്കായി ഒരുങ്ങുകയാണ് മീനാക്ഷി. അതേസമയം കാർത്തി അങ്ങോട്ടേക്ക് വരികയാണ്. മീനാക്ഷി ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നും ACP പോയിക്കൊള്ളാനും മീനാക്ഷി പറയുന്നു. അതേസമയം മീനാക്ഷിയുടെ കൂട്ടുകാരി മീനാക്ഷിയെ വിളിക്കുകയാണ്. എന്തായി, ഞാൻ പറഞ്ഞ കാര്യം വല്ലതും അറിയാൻ സാധിച്ചോ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ഇവിടെ കൂട്ടക്കളം സ്വാമിനാഥൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ ഗസ്റ്റ് ഹൗസിലാണ് രണ്ടുപേരും താമസിക്കുന്നത്. തുടർന്ന് ഗ്രീഷ്മ പറയുകയാണ്, മീനാക്ഷി ഈ വിവരം ACP അറിയിക്കുന്നതല്ലേ നല്ലത്. അതിപ്പോൾ ശരിയാകില്ല ഗ്രീഷ്മയെ. ACP അറിയിച്ചാൽ ACP ഇപ്പോൾ പൊട്ടിത്തെറിക്കും. വേണമെങ്കിൽ അവരെ കൊല്ലാനും ഒരുങ്ങും. പിന്നെ എന്തു ചെയ്യും മീനാക്ഷി എന്ന് ഗ്രീഷ്മ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, നീ ആദ്യം അവരെ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്ക്. എനിക്കാദ്യം ACPയുടെ ജീവിതം നശിപ്പിച്ച ആ ദുഷ്ടയായ മൈഥിലിയോട് വേണം ഒന്ന് സംസാരിക്കാൻ. അത് കഴിഞ്ഞാൽ സാവകാശം ഞാൻ ACPയോട് സംസാരിച്ചോളാം. അതാകും നല്ലത്. പിന്നീട് കാണിക്കുന്നത് പൂജ നടക്കുന്നതാണ്. തിരുമേനി പറയുകയാണ്, ഈ ഇരിക്കുന്ന മാലകൾ നിങ്ങൾ പരസ്പരം അണിയിക്കണം. ഇത് കേൾക്കുന്ന കാർത്തി ഞെട്ടലോടെ നിൽക്കുമ്പോൾ സാവിത്രി ദേഷ്യത്തോടെ നിൽക്കുകയാണ്. തുടർന്ന് കാർത്തി ചോദിക്കുകയാണ്, ഈ മാല അണിയിക്കേണ്ട ആവശ്യമെന്താ? ചെമ്പകമംഗലത്തെ ദോഷങ്ങൾ പരിഹരിക്കുന്ന പൂജയ്ക്ക് ഇവരെന്തിനാ പരസ്പരം മാലകൾ അണിയിക്കുന്നത്? എന്ത് പൂജയാണെങ്കിലും പരസ്പരം മാല ചേർത്താനൊന്നും പറ്റില്ലെന്ന് സാവിത്രി ദേഷ്യത്തോട് പറയുകയാണ്. ഇത് കേൾക്കുന്ന തിരുമേനി പറയുകയാണ്, രാജലക്ഷ്മി അമ്മേ, നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക് എന്താ കാര്യമെന്ന്. തുടർന്ന് സാവിത്രി പറയുകയാണ്, ആരും പറയേണ്ട ഒരു കാര്യവുമില്ല. ചിലരൊക്കെ ഈ കുടുംബത്തിന് ശാപവും ദോഷവുമൊക്കെ വരുത്തി വെച്ചിട്ടല്ലേ നടക്കുന്നത്. ഇത് കേൾക്കുന്ന കൈമള ദേഷ്യത്തോടെ പറയുകയാണ്, ദേ, ഇനി എൻ്റെ മകൻ ജയറാമിൻ്റെ നേർക്ക് നീ ചെല്ലാൻ നോക്കണ്ട. ഞാൻ വെറുതെ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. വേണ്ടച്ചാ, അവൾ പറയുന്നത് പറയട്ടെ. അത് കേട്ട് അവൾക്ക് സന്തോഷമാകുമെങ്കിൽ അതും ആയിക്കോട്ടെ. അവൾക്ക് ഞാൻ അന്യനായിരിക്കും, പക്ഷേ അവൾ എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് തന്നെയാണെന്ന് ജയറാം പറയുന്നു. തുടർന്ന് നന്ദിനി പറയുകയാണ്, സാവിത്രി, കാർത്തിമോൻ മീനാക്ഷിയെ രാഹുകാലത്താണ് താലി കെട്ടിയത്. അതിൻ്റെ ദോഷം മാറാനായി പൂജ. ഇത് കേൾക്കുന്ന സാവിത്രി ദേഷ്യത്തോടെ പറയുകയാണ്, അങ്ങനെ ഇവിടുത്തെ ദോഷങ്ങളൊന്നും തീരണ്ട. എൻ്റെ മോനെ ഇവളുടെ കഴുത്തിൽ താലി കെട്ടാനേ പോകുന്നില്ല. എന്താണെങ്കിലും താലി കെട്ടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് സാവിത്രി പറയുമ്പോൾ ദേഷ്യത്തോടെ കാർത്തി പറയുകയാണ്, കുറെ നേരമായി തുടങ്ങിയിട്ട് അമ്മയ്ക്കായിരുന്നല്ലോ ഈ പൂജ നടത്താൻ വലിയ നിർബന്ധം. പിന്നെന്താ ഇപ്പൊ പ്രശ്നം? എന്താണെങ്കിലും ചടങ്ങുകൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കട്ടെ. ദേ, ഇതാണ് ന്യായമെന്ന് മാലിനി പറയുമ്പോൾ കാർത്തി പറയുകയാണ്, തിരുമേനി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് പറ. ഈ മാലകളെടുത്ത് പരസ്പരം അണിയിക്കണമെന്ന് തിരുമേനി പറയുമ്പോൾ മീനാക്ഷി കാർത്തിക്കും കാർത്തി മീനാക്ഷിക്കും മാലകൾ ചാർത്തുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് ഗ്രീഷ്മ സ്വാമിനാഥന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്നതാണ്. ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലുന്ന ഗ്രീഷ്മ അവിടെ കഥ കടഞ്ഞു കിടക്കുന്നത് കണ്ട് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോഴാണ് സ്വാമിനാഥന്റെ വീട്ടിൽ ചെന്ന ആ നാട്ടുകാരനെ കാണുന്നത്. അങ്കിളെ, ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്നില്ലായിരുന്നോ എന്ന് ഗ്രീഷ്മ ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, കൂട്ടക്കളത്തിൽ സ്വാമിനാഥൻ സാറിന്റെ ഗസ്റ്റ് ഹൗസ് ആയത്. അയാളുടെ വീട്ടിലേക്ക് അവർ കയറിപ്പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യുക, എന്ത് വേണമെന്ന് മീനാക്ഷിയെ വിളിച്ച് ചോദിക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് ഗ്രീഷ്മ മീനാക്ഷിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അതേസമയം കാർത്തി മോളെയും കൊണ്ട് മുറിയിലേക്ക് വരികയാണ്. തുടർന്ന് മീനാക്ഷിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ട് കാർത്തി കോൾ എടുക്കുകയാണ്. മീനാക്ഷി, ഞാൻ അവരുടെ ഗസ്റ്റ് ഹൗസിൽ പോയി നോക്കിയിരുന്നു. അവിടെ അവരില്ല. കൂട്ടക്കളത്തിൽ സ്വാമിനാഥന്റെ വീട്ടിലേക്ക് പോയെന്നാ അറിയാൻ സാധിച്ചത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഗ്രീഷ്മ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ കാർത്തി പറയുകയാണ്, ഇനി നീ ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നീട് കാണിക്കുന്നത് പൂജാ സ്ഥലമാണ്. പൂജ കഴിഞ്ഞു, എല്ലാം നല്ലതായി തന്നെ നടന്നില്ലേ എന്ന് രാജലക്ഷ്മി അമ്മയും കൈമളും ചോദിക്കുമ്പോൾ നന്ദിനി പറയുകയാണ്, അതെ, എൻ്റെ മോനും മോളും ഒന്നായി. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും എനിക്ക് മനസ്സമാധാനത്തോടെ തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് ജയറാം പറയുന്നു. അതേസമയം ദേഷ്യത്തോടെ കാർത്തി അങ്ങോട്ടേക്ക് വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്.
വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.